റോസ്റ്റ് സ്റ്റഫ്ഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇന്നിവിടെ കുറച്ച് സ്പൈസി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഇതിൽ ഇന്ന് സ്റ്റഫ് ചെയ്യാൻ എടുത്തിട്ടുള്ളത് ഒരു ഒനിയൻ, ഒരു പൊട്ടാറ്റോ, ഒരു ടൊമാറ്റോ. കാരണം ഞാൻ ഇന്നൊരു ബേബി ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും കൊള്ളില്ല. അപ്പം നിങ്ങൾക്ക് ഇതിന് കുറച്ചും കൂടി ബിഗ് ചിക്കൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ സ്റ്റഫ് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നിവിടെ ചിക്കന് നന്നായി ക്ലീനാക്കി സ്കിന്നൊന്നും കളയാണ്ട് വൃത്തിയാക്കി ഉൾഭാഗമൊക്കെ നന്നായി വൃത്തിയാക്കി കഴുകി അതിലേക്ക് വേണ്ട മസാലകളൊക്കെ തേക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 ടീസ്പൂണ് തൈര് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ മീറ്റ് മസാല, നമ്മൾക്കത് വീട്ടിൽ പൊടിച്ചതോ അല്ലെങ്കിൽ നമുക്ക് മീറ്റ് മസാല പാക്കറ്റിൽ വാങ്ങുന്നതോ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ മുളക് പൊടി 1 ടീസ്പൂണ്. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് സ്പൈസി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാനിവിടെ മുളക് പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇത്രയും എരിവ് ആവശ്യമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ റോസ്റ്റ് ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് മുളക് പൊടി കുറയ്ക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂണ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു 50 ഗ്രാം ബട്ടർ ഉരുക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന്. അതിനുശേഷം ഇത് മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഇതിൽ. അതിനുശേഷം നമ്മളിതൊരു 10 മിനിറ്റ് വയ്ക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ വെജിറ്റബിൾസൊക്കെ നന്നായി കഴുകുക. അപ്പം ഞാനിവിടെ ചിക്കനിൽ നമ്മൾ തേച്ച മസാല ഇതിൽ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ഈ വെജിറ്റബിൾസൊക്കെ നമ്മൾ മസാല തേക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കന് നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ള പാനിലേക്ക് ആദ്യം മാറ്റി, നമുക്ക് ഓവനിൽ വെക്കാനുള്ള പാനിലേക്ക് ആദ്യം നമ്മൾ മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെജിറ്റബിൾസൊക്കെ നന്നായി കഴുകി, ഞാനിവിടെ പൊട്ടാറ്റോ ഒന്നും തൊലി കളഞ്ഞിട്ടുമില്ല, സ്ലൈസ് ചെയ്തിട്ടില്ല, വെറുതെ നന്നായിട്ട് വാഷ് ചെയ്ത്, അതേപോലെ ടൊമാറ്റോ അങ്ങനെ തന്നെ ഒനിയനും അങ്ങനെ തന്നെ നന്നായി വാഷ് ചെയ്ത് സ്ലൈസ് ആക്കാണ്ട് നമ്മൾ ഇതിലേക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചെറുതാക്കി മുറിച്ചിട്ടും ചെയ്യാം, തൊലി കളഞ്ഞിട്ടും ചെയ്യാം, അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഏതൊക്കെ വെജിറ്റബിളാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ആ വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് അതുപോലുള്ള വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് മുറിക്കാതെ തന്നെ നമ്മൾ സ്റ്റഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഈ സമയത്തൊക്കെ നമ്മൾ ഓവന് ഒരു 230 ഡിഗ്രിയിൽ നമ്മൾ ഒരു 20 മിനിറ്റ് 20 മുതൽ 25 മിനിറ്റ് വരെ നമ്മൾ ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കണം. അതിനുശേഷം വേണം നമ്മൾ ഈ ചിക്കന് വയ്ക്കാനായിട്ട്. അപ്പം നമ്മൾ ഇവിടെ ഇതൊക്കെ സ്റ്റഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്ക് ഒരു 1.25 മണിക്കൂർ വെച്ചിട്ട് 1.25 മണിക്കൂർ 180 ഡിഗ്രിയിൽ വേണം നമ്മൾ വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തിട്ടപ്പോൾ നമ്മൾ 230 ഡിഗ്രിയിലാണ് നമ്മൾ 20 മുതൽ 25 മിനിറ്റ് വരെ പ്രീ ഹീറ്റ് ചെയ്തിട്ടെടുക്കുന്നത്. പക്ഷെ നമ്മൾ ചിക്കൻ വെക്കുന്ന സമയത്ത് അതിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് 180ൽ ഒരു 1.25 മണിക്കൂർ നമുക്ക് വെക്കേണ്ടി വരും. പിന്നെ നമ്മൾ സ്റ്റഫ് ചെയ്ത ഇൻഗ്രീഡിയൻസ് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറത്തേക്ക് പോരാൻ സാധ്യത വളരെ കുറവാണ്, നമ്മൾ ഓയിലിട്ട് പൊരിക്കുന്ന പോലെയല്ല. അതുകൊണ്ട് നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല, ചിക്കൻ്റെ കാല് കെട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ ടൂത്ത് പിക്ക് കുത്തുകയൊന്നും ചെയ്യുന്നില്ല. 1 മണിക്കൂർ 20 മിനിറ്റ് ഒക്കെ ആയപ്പോഴേക്കും നമുക്കിവിടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പൊട്ടാറ്റോയും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ്.